നമസ്കാരം. കാസർഗോഡ് ജില്ലയെക്കുറിച്ചാണ്. കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്? ചികിത്സാപരമായി, അടിസ്ഥാന സൗകര്യങ്ങളിൽ, മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും മുന്നേറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ കാസർഗോഡ് ഉണ്ടായിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പ്രചരണങ്ങൾ ചിലർ ബോധപൂർവ്വം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്. ഈ ചുരുങ്ങിയ സമയത്ത് എല്ലാ കാര്യങ്ങളും പറയുക അസാധ്യമാണ്. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ചുരുക്കം ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. MLA-മാരുടെ വാക്കുകളിലൂടെ, വിഷ്വലുകളിലൂടെ, ചിത്രങ്ങളിലൂടെ, ആളുകളുടെ അനുഭവങ്ങളിലൂടെ എന്താണ് കാസർഗോഡ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമെന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് സത്യം എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ ആദ്യ നിർദ്ദേശം കാസർഗോഡ് ന്യൂറോളജിസ്റ്റുകളുടെ തസ്തിക സൃഷ്ടിക്കണം, അതിനുവേണ്ടി നടപടി സ്വീകരിക്കണമെന്നാണ്. ബഹുമാനപ്പെട്ട CM-ന്റെ വാക്കുകൾ അനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ധനവകുപ്പിന്റെ അനുമതിയോടെ തസ്തിക സൃഷ്ടിക്കുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ മേഖലയിലെ ആദ്യത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക അങ്ങനെ ന്യൂറോളജിയിൽ സാധ്യമായി. അപസ്മാര സംബന്ധമായ കാര്യങ്ങളിൽ, അപകടങ്ങളിൽ ഒക്കെ ഉൾപ്പെടെ ബ്രെയിനിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ സഹായിക്കുന്ന EEG മെഷീനുകൾ തുടർന്ന് കാസർഗോഡ് സ്ഥാപിച്ചു. പ്രത്യേകം ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചു. അടുത്ത ദൗത്യം ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഒരുക്കുക എന്നതായിരുന്നു. ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ ഏറ്റവും അനിവാര്യമായ കാത്ത് ലാബ് കാഞ്ഞങ്ങാട് നിർമ്മിച്ചു, പ്രവർത്തന സജ്ജമാക്കി. കാർഡിയോളജിസ്റ്റുകളെ നിയോഗിച്ചു. മറ്റ് അനുബന്ധ സ്റ്റാഫുകളെയും അതിനായിട്ട് നിയോഗിച്ചു. നമ്മൾ സംസാരിക്കുമ്പോൾ 2500-ലധികം പ്രൊസീജിയറുകൾ ഇതിനോടകം കാസർഗോഡ് കാത്ത് ലാബിൽ ചെയ്തു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും, ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളിലൊക്കെ തന്നെ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളും പുതിയ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കി. ഈ മണ്ഡലത്തിന്റെ MLA എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനത്തോടു കൂടി പറയാം, ഞാൻ ഈ മിനിസ്റ്ററോട് എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഞ്ചേശ്വരത്തിന്റെ ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ എന്നെ മിനിസ്റ്റർ ഒരിക്കലും ഒരു പ്രതിപക്ഷ MLA എന്ന് കണ്ടിട്ടില്ല. മിനിസ്റ്റർ മഞ്ചേശ്വരത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ മഞ്ചേശ്വരത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ആരോഗ്യമന്ത്രി മഞ്ചേശ്വരത്തിന് ഫണ്ട് നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് വീണ ജോർജ് മിനിസ്റ്ററിന് സന്തോഷത്തോടെ. മഞ്ചേശ്വരം അങ്കൽപ്പാടിയിൽ 17.47 കോടി രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണമാണ് ആരംഭിച്ചത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റ് ആരംഭിച്ചു. നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കെയർ യൂണിറ്റാണത്. അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള വാർഡുകൾ, പീഡിയാട്രിക് യൂണിറ്റ് ഒക്കെ അവിടെ സാധ്യമാക്കി. 10 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത്. ബേഡെടുക്കയിലാകട്ടെ 13.22 കോടി രൂപയുടെ കിഫ്ബിയിലൂടെയുള്ള നിർമ്മാണം പുരോഗമിക്കുന്നു. 2.37 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാട് സ്പെഷ്യൽ ന്യൂബോൺ കെയർ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, പീഡിയാട്രിക് വാർഡ്, അവിടെയാണ് 8 കോടി രൂപയുടെ കാത്ത് ലാബ് നമ്മൾ സ്ഥാപിച്ചത്. ബ്രോങ്കോസ്കോപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ സേവനങ്ങളും കാഞ്ഞങ്ങാട് സാധ്യമാക്കി. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രി നിർമ്മാണം പൂർത്തിയാക്കി ഈ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. മോഡുലർ ഓറ്റുകൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. നീലേശ്വരത്ത് പുതിയ ലേബർ ബ്ലോക്ക്, തൃക്കരിപ്പൂരിൽ OPD ട്രാൻസ്ഫർമേഷൻ, ലക്ഷ്യ നിലവാരത്തിലേക്കുള്ള ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ് എന്നിങ്ങനെ സാധ്യമായതെല്ലാം താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രികളിൽ ഈ കാലഘട്ടത്തിൽ സാധ്യമാക്കി. ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. കോവിഡ് കാലത്ത് ടാറ്റ ആശുപത്രിയുടെ സ്ഥാനത്ത് കാസർഗോഡിന്റെ ആവശ്യമായിരുന്ന സ്പെഷ്യാലിറ്റി ആശുപത്രി, 25 കോടി രൂപയുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അനുവദിക്കുകയും അതിന് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അതിവേഗം പുരോഗമിക്കുന്നു. ഈ അടുത്താണ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. മംഗലപ്പാടി, പെരിയ, മൂളിയാർ, നീലേശ്വരം, വെള്ളരിക്കുണ്ട് എന്നിവിടങ്ങളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ തുടങ്ങുകയും ഡയാലിസിസ് ആരംഭിക്കുകയും ചെയ്തു. ഇനി മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചാണ്. കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് ഇത്. കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. 50 കുട്ടികളോടുകൂടി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് അനുമതി നൽകി. മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജും ഈ കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിക്കാൻ കഴിഞ്ഞു. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കി നടപടികൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് അനുവദിക്കപ്പെട്ടത്. NMCയുടെ അംഗീകാരം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. NMCയുടെ അംഗീകാരം ചില്ലറ കാര്യമല്ല. അത് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലാൻഡ് മാർക്കാണ്. അതിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കയ്യൊപ്പുണ്ട് എന്ന് ഞങ്ങൾ എല്ലാവരും വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജിന്റെ ആശുപത്രിയായി പരിഗണിച്ചിട്ടുള്ളത്. ഇതാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് എന്ന് കാണിച്ചുകൊണ്ട് പണി പൂർത്തീകരിക്കാത്ത ഒരു കെട്ടിടം വിഷ്വലുകളിൽ പ്രചരിക്കുന്നില്ലേ? അത് കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ഒരു ബ്ലോക്കാണ്. കഴിഞ്ഞ 4 വർഷമായി ഹൈക്കോടതിയിൽ കേസ് നടന്നു വന്നിരുന്നൊരു ബ്ലോക്കാണത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം വ്യവഹാരങ്ങളാൽ തടസ്സപ്പെട്ടു എങ്കിലും
ഇതേ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഹോസ്റ്റലുകൾ, സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ എന്നിവ നിർമ്മിക്കുകയും പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്തു. UDFന്റെ കാലത്ത് ആരംഭിക്കാതിരിക്കുകയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചെങ്കിലും കോവിഡ് മൂലം പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്ത ആ കെട്ടിടത്തിന്റെ കരാറുകാരൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു റിട്ട് പെറ്റീഷൻ സമർപ്പിക്കുകയും ചെയ്തു. 2022 മുതൽ ഹൈക്കോടതിയിൽ കേസ് നടന്നു വന്നു. അതിന്റെ നടപടികൾ സ്വീകരിച്ചു. വീണ്ടും കേസായി. അങ്ങനെ ഏറ്റവും അവസാനം 2025 ഈ കേസ് അവസാനിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതിയിലെ കേസ് പൂർത്തിയാകുന്നതുവരെ ഈ കെട്ടിടത്തിൽ പുതിയ നിർമ്മാണം സാധ്യമാകുമായിരുന്നില്ല. കേസ് പൂർത്തിയായ ഉടനെ തന്നെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ടെൻഡർ ക്ഷണിക്കുകയും ടെൻഡർ നടപടികൾ അതിന്റെ ഫൈനൽ ഘട്ടത്തിൽ എത്തുകയും ഈ പുതിയ കരാറുകാരനുമായി എഗ്രിമെന്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടന്നു വരുന്നത്. ഇതിനുള്ള പണം 169 കോടി രൂപ കിഫ്ബിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. 169 കോടി രൂപയ്ക്ക് ഇത് പൂർത്തീകരിക്കുകയും അത്യാധുനിക എക്യുപ്മെന്റ്സ് ഇവിടെ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു സർക്കാരിന് ഈ കാലയളവിൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മൾ കാസർഗോഡ് ആശുപത്രിക്കും അതുപോലെ നഴ്സിംഗ് കോളേജിനും മെഡിക്കൽ കോളേജിനും ഒക്കെ സംസ്ഥാന സർക്കാർ തന്നെയാണ് പണം കണ്ടെത്തിയിട്ടുള്ളത്. വർഷങ്ങളായി കേസിൽ കുടുങ്ങി നിർമ്മാണം നിലച്ചുപോയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. കാസർഗോട്ടെ ജനങ്ങളെ തുടർന്നും ചേർത്ത് പിടിച്ചു തന്നെ മുന്നോട്ട് പോകും.